മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്ക് മാർക്കറ്റിലും ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനായ ഗ്രോ ആപ്പിൽ ഇപ്പോൾ യു പി ഐ പേയ്മെൻറ്റുകളും ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള യു പി ഐ ആപ്പുകൾ വഴി നടത്തുന്ന എല്ലാ പണമിടപാടുകളും ഗ്രോ ആപ്പ് ഉപയോഗിച്ചും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവർക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രോ ആപ്പിൽ എങ്ങനെയാണ് യു പി ഐ ആക്ടിവേഷൻ ചെയ്യുന്നത്, പേയ്മെൻറ്റുകൾ ചെയ്യുന്നത് തുടങ്ങിയവയെക്കുറിച്ച് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ഗ്രോ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗ്രോ ആപ്ലിക്കേഷൻ കാണാം. അപ്പോൾ നിങ്ങൾ നിലവിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക, അല്ലാത്തവർ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് അപ്ഡേറ്റ് ചെയ്ത ശേഷം ഇത്തരത്തിലായിരിക്കും ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ ഏറ്റവും താഴെ നമുക്ക് പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഏറ്റവും താഴെ വലത് സൈഡ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് പേ. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു പേജ് വരും. ഇവിടെ നമുക്ക് യു പി ഐ സെറ്റപ്പ് നമുക്ക് ചെയ്യാൻ വേണ്ടി സെറ്റപ്പ് യു പി ഐ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്നും നമ്മുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു SMS പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള SMS ബാലൻസ് ഉണ്ടാവണം. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഏത് ബാങ്കാണോ ഉള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഗ്രോ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫെയിലായിപ്പോയി. അപ്പോൾ അതിനുശേഷം അവിടെ സിം സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നു. അപ്പോൾ രണ്ടാമത്തെ സിം സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ രണ്ടാമത്തെ സിം സെലക്ട് ചെയ്തു, അതായത് ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ സെൻഡ് SMS എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് താഴെയുള്ളതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് SMS പോയി കറക്റ്റായി വെൽഡൺ എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു. അതിനുശേഷം നമുക്ക് ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഗൂഗിൾ പേ പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതായത് മുകളിൽ സ്കാൻ QR എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ സ്കാൻ QR എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗൂഗിൾ പേ പോലെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് QR കോഡ് സ്കാൻ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് മറ്റൊരാൾക്ക് പൈസ അയക്കുന്നതിനുള്ള ഓപ്ഷനുണ്ട്. പേ കോൺടാക്റ്റ്, നമ്മുടെ കോൺടാക്റ്റ് നമ്പറിലുള്ളവർക്ക് പൈസ അയക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഇപ്പോൾ ഗൂഗിൾ ഗ്രോ ആപ്പിൽ തന്നെ യു പി ഐ ക്രിയേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഗൂഗിൾ പേയോ ഫോൺ പേ ഉണ്ടെങ്കിൽ പറ്റും. പിന്നെ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് നോക്കാനുള്ള ഓപ്ഷനുണ്ട്. നമ്മുടെ യു പി ഐ ഡി ഇവിടെ കാണാം, അത് കോപ്പി ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചെക്ക് ബാലൻസ് ഉള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് നോക്കുന്നതിനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. പിന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാം. പിന്നെ ഒരുപാട് ബിൽ പേയ്മെൻറ്റുകളെല്ലാം നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഫാസ്റ്റാഗ്, മൊബൈൽ റീചാർജ്, DTH. അപ്പോൾ ഇവിടെ വ്യൂ മോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഒരുപാട് നമുക്ക് മറ്റുള്ള യു പി ആപ്പിലുള്ളതിനേക്കാൾ അധികം ബിൽ പേയ്മെൻറ്റുകൾ നമുക്ക് ഇതുവഴി ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അതേ യു പി ഐ പിൻ നമ്പർ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതുവരെ യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പുതിയ യു പി ഐ ഡി കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടും കൂടെ വരും. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ എന്തായിരുന്നാലും ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ തന്നെ 2 അക്കൗണ്ടുകൾ പരസ്പരം പൈസ ട്രാൻസ്ഫർ ചെയ്യാം. സെൽഫ് അക്കൗണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ നമുക്ക് IFSC കോഡ് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഈ ആപ്ലിക്കേഷനകത്ത് പറ്റും. അപ്പോൾ മോർ യു പി ഐ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു ബാങ്ക് അക്കൗണ്ട് ഇവിടെ ആഡ് ചെയ്യാം. അതുപോലെ യു പി ഐ ക്രെഡിറ്റ് കാർഡുകൾ നമുക്കിതിൽ ആഡ് ചെയ്യാം. അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ചെയ്യാൻ പറ്റും. യു പി ഐ ഡി നമുക്ക് മാനേജ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള യു പി ഐ ഡിയൊക്കെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. പിന്നെ വരുന്നത് യു പി ഐ മണി, അതുപോലെ മാനേജ് യു പി ഐ ഡി, യു പി ഐ നമ്പർ, നമ്മുടെ മൊബൈൽ നമ്പർ യു പി ഐ ഡിയിൽ മറ്റൊരു മൊബൈൽ നമ്പർ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വരുന്നത്. നമുക്ക് മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്ക് മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പേയ്മെൻറ്റുകൾ ചെയ്യാനും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കും. വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രോ ആപ്പ് ഉപയോഗിക്കുന്നവരാണ് തീർച്ചയായിട്ടും യു പി ഐ പേയ്മെൻറ്റ് കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക. ആക്ടിവേറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ അറിവ് നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങളിത് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.